എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ അറിയാം 6 ആക്ടിവിറ്റീസാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ നിങ്ങൾ നോക്കുന്ന വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ മനസ്സിലാവാനോ അതേപോലെ തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4-5 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ഇതിനു മുമ്പ് ഇട്ട വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി വളരെ എളുപ്പമാണ്, അതാരും മിസ് ചെയ്യരുത്. അപ്പോൾ നോക്കുക, ഗണ്ട് പഠേ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരപ്പെടുക. അപ്പോൾ ഗണ്ട് പഠേ എന്ന് പറഞ്ഞാൽ ഈ പാസേജ് വായിച്ച് നോക്കുക, എന്നിട്ട് അനുബന്ധ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രശ്നമൊക്കെ उत्तर लिखे നമുക്ക് നോക്കാം. ഫുട്ബോൾ വിനു കാ പ്രിയ ഖേൽ ഹേ. ഫുട്ബോൾ വിനുവിൻ്റെ പ്രിയപ്പെട്ട, ഖേൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കളി, സ്പോർട്സ് ഐറ്റമാണ്. ഫുട്ബോൾ വിനു കാ പ്രിയ ഖേൽ ഹേ. रोज़ എന്ന് പറഞ്ഞാൽ ഡെയിലി, ദിവസവും. വഹ് മൈതാൻ മേ ഫുട്ബോൾ ഖേൽത്താ ഹേ. അവൻ എവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്? മൈതാനത്തിൽ, ഗ്രൗണ്ടിൽ അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഖേൽത്താ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുന്നു. അനസ് ഓർ മാനസ് വിനുക്കെ ദോസ്ത് ഹേ. അനസും മാനസും വിനുവിൻ്റെ ദോസ്താണ്. ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്സ്, കൂട്ടുകാരാണ്. വേ ബി റോസ് വിനുക്കെ സാത്ത് ഫുട്ബോൾ ഖേൽത്തെ ഹേ. അവരും വിനുവിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. മൈതാൻമേ വിനു തേസ് ദൗഡ്താ ഹേ. മൈതാനത്തിൽ, ഗ്രൗണ്ടിൽ വിനു തേസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ, ദൗഡ്താ ഹേ ചാടുന്നു. ഓർ ജൽദി ഗോൾ മാർത്താ ഹേ. പെട്ടെന്ന് തന്നെ അവൻ ഗോൾ അടിക്കുകയും ചെയ്യുന്നു. ഇസ്ലിയെ അനസ് ഓർ മാനസ് ഹമേശ വിനു കി ടീം മേ ഖേൽന ചാഹത്തെ ഹേ. അപ്പോൾ വിനു എപ്പോഴും പെട്ടെന്ന് ഓടി വേഗം ഗോൾ അടിക്കുന്നതിനെ കൊണ്ട് അനസിനും മാനസിനും വിനുവിൻ്റെ കൂടെ ടീമിൽ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വിനു കാ പ്രിയ ഖേൽ ക്യാ ഹേ. അപ്പോൾ പ്രിയ ഖേൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കളി. അപ്പോൾ നോക്കൂ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്. അപ്പോൾ നമ്മളിവിടെ വായിച്ചല്ലോ, ഫുട്ബോൾ വിനു കാ പ്രിയ ഖേൽ ഹേ. അപ്പോൾ നമുക്ക് ഫുട്ബോളിന് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിനു കഹാ ഫുട്ബോൾ ഖേൽത്താ ഹേ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ വഹ് മൈതാൻ മേ ഫുട്ബോൾ ഖേൽത്താ ഹേ. എവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്? മൈതാനത്തിൽ. അപ്പോൾ സ്കൂൾ മേ, മൈതാൻ മേ, ഘർ മേ, സടക് പർ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ മൈതാൻ മേ. മൂന്നാമത്തെ ചോദ്യം സഹി പ്രസ്താവ് കോൺസാ ഹേ. ഇതിൽ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിലേതോ ഒന്ന് ശരിയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. വിനു ധീരെ ദൗഡ്താ ഹേ. ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ ഓടുന്നു. വിനു തേസ് ദൗഡ്താ ഹേ. വിനു സ്പീഡിൽ ഓടുന്നു. വിനു ധീരെ ചൽത്താ ഹേ. വിനു തേസ് ചൽത്താ ഹേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ രണ്ടാമത്തേതാണ് അല്ലേ. നമ്മളിവിടെ അതിൻ്റെ സെൻറ്റൻസ് വായിച്ചു. എന്താണ്? വിനു തേസ് ദൗഡ്താ ഹേ അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മളുടെ ശരിയായ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. അനസ് ഓർ മാനസ് ഹമേശ വിനു കി ടീം കോ ഖേൽന ചാഹത്തെ ഹേ. അപ്പോൾ അനസും അതേപോലെ തന്നെ മാനസ് വിനുവിൻ്റെ ടീമിലാണ് കളിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? വിനു അനസ് ഓർ മാനസ് കാ ദോസ്ത് ഹേ. ദോസ്ത് ആയതുകൊണ്ടാണോ? വിനു കെ ടീം ബഡി ഹേ. വിനുവിൻ്റെ ടീം വലുതാണ്. വിനു ജൽദി ഗോൾ മാർത്താ ഹേ. വിനു പെട്ടെന്ന് ഗോൾ അടിക്കുന്നു. വിനു കി ടീം അച്ചി ഹേ. വിനുവിൻ്റെ ടീം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? നമ്മൾ വായിച്ചതാണ്. വിനു ജൽദി ഗോൾ മാർത്താ ഹേ. ഇനി ഇവിടെ അടുത്ത ചോദ്യം നോക്കാം. യഹാ മിത്ര കാ സമാനാർത്ഥ ശബ്ദ് ക്യാ ഹേ. മിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരന് പകരം പദം ഇവിടെ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പ്രിയ, ദോസ്ത്, റോസ്, തേസ്. അപ്പം നമുക്കറിയാം ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ എളുപ്പമുള്ള 5 ചോദ്യങ്ങളാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ അടുത്തടുത്ത സെൻറ്റൻസുകളിലായിട്ടൊക്കെ ഉണ്ടാവും. മനസ്സിലാവാത്തവർ ഒന്നുകൂടി വായിച്ചു നോക്കുക. 5 മാർക്ക് നിങ്ങൾ മിസ്സാക്കരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു
ചിത്രമുണ്ടല്ലേ. അപ്പോൾ ചിത്ര പഹചാനെ, ചിത്രം തിരിച്ചറിയുക, പഹചാനെ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, അതിന് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പോൾ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ചിത്രം നിങ്ങൾ വായിച്ചു നോക്കിയല്ലോ. ഒരുപാട് മൃഗങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്, പിന്നെ ഒരു കുളമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ചിത്രമേ പ്രകൃതിക്ക് കിസ് ദൃശ്യക്ക വർണ്ണൻ കിയാ ഹെ. അപ്പോൾ ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ ഏത് ദൃശ്യമാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് ഗർമി, ബാരിഷ്, സർദി, സൂക്കേക്ക. അപ്പോൾ ഗർമി എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽ. വേനലാണോ ഇത്? അല്ല. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ഓക്കെ, അപ്പോൾ മഴയാണ്, മഴയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാരിഷ് എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചിത്രമേ ആധാർ पर बारिश के बारे में विवरण तैयार कर रहे हैं. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്കറിയാം മഴയാണ്. മഴയെക്കുറിച്ചൊരു വിവരണം ഈ ചിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെഴുതാം? ചിത്ര മേ ബാരിഷ് കാ സുന്ദർ ദൃശ്യ ഹെ. ചിത്രത്തിൽ എന്താണുള്ളത്? എന്തിൻ്റെ സുന്ദരമായ ദൃശ്യമാണ്? ബാരിഷ്. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ മഴയുടെ ഒരു മനോഹരമായ ചിത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്തെഴുതാം? ചിത്രമേ ബാരിഷ് കാ സുന്ദർ ദൃശ്യ ഹെ. ഭരേ ഹുയെ താലാബ് മേ മച്ഛലിയാം തൈർ രഹി ഹെ. ഭരേ ഹുയെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞ താലാബ് അറിയാലോ, കുളം, പോണ്ട്. നിറഞ്ഞ കുളത്തിൽ എന്തുണ്ട്? മച്ഛലിയ, മീനുകൾ. തൈർ രഹി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? നീന്തി കളിക്കുന്നു. അപ്പം ഭരേ ഹുയെ താലാബ് മേ മച്ഛലിയാം തൈർ രഹി ഹെ. ബന്ദർ ഖുഷ് ഹോക്കർ പേട് സെ കൂത്തെ ഹെ. ബന്ദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കി എന്താണ്? കുരങ്ങനെ സന്തോഷം കൊണ്ട് പേഡ്സെ, അതായത് മരത്തിൽ നിന്ന് ചാടുന്നു. ബന്ദർ ഖുഷ് ഹോക്കർ പേഡ്സെ കൂദത്തെ ഹെ. മോർ നാച്താ ഹെ. മോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, മയിൽ എന്താ ചെയ്യുന്നത്? നൃത്തം ചെയ്യുകയാണ്. ഹിരൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മാൻ. ഹാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എലിഫൻറ്റ്. ഓർ ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം. ഖുഷ് ഹോക്കർ ബാരിഷ് ദേഖ് രഹേ ഹെ. ഇവരെല്ലാവരും സന്തോഷത്തോടെ മഴയെ നോക്കി നിൽക്കുകയാണ്. ആരൊക്കെയാണ്? ഹിരൺ, ഹാത്തി ഓർ ഷേർ ഖുഷ് ഹോക്കർ ബാരിഷ് ദേഖ് രഹേ ഹെ. താലാബ് കെ ചാരോം ഓർ പൗധോ മേ ഫൂൽ ഖിലേ ഹുയേ ഹെ. അപ്പോൾ താലാബിൻ്റെ ചുറ്റും എന്തുണ്ട്? 4 ഭാഗത്തും എന്തുണ്ട്? പൗധം എന്ന് പറഞ്ഞാൽ ചെടികളിൽ എന്തുണ്ട്? ഫൂൽ ഖിലേ ഹുയേ ഹെ. ഫൂല് അതായത് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഖിലേ ഹുയേ ഹെ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിട്ടുണ്ട്. ഫൂലോം സെ തിത്തിലിയാം മധു പീ രഹി ഹെ. ഈ പൂക്കളിൽ നിന്ന് തിത്തിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ടർഫ്ലൈസ് തേന് നുകരുന്നുണ്ട്, തേൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ. അപ്പോൾ നിങ്ങൾ 5 സെൻറ്റൻസെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഒന്നുകൂടി വായിക്കാം. ചിത്രമേ ബാരിഷ് കാ സുന്ദർ ദൃശ്യ ഹെ. ഭരേ ഹുയെ താലാബ് മേ മച്ഛലിയാം തൈർ രഹി ഹെ. बंदर खुश होकर पेड़ से कूदते हैं. मोर नाचता है. हिरन, हाथी और शेर खुश होकर बारिश देख रहे हैं. तालाब के चारों ओर पौधों में फूल खिले हुए हैं. फूलों से तितलियां मधु पी रही है. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതെന്താണ്? കൊക്കാണ്. ഇത് മാൻ. കൊക്കിന് എന്താ പറയുക? കൊക്കിന് എന്താ പറയുക? ബഗുൽ. ഓക്കെ, കൊക്കിന് ബഗുൽ എന്നാണ് പറയുക. പിന്നെ മാനിന് എന്താ പറയുക? ഹിരൺ. മാനിന് ഹിരൺ. പിന്നെ ഇതെന്താണ്? തോണിക്ക് എന്താ പറയുക? നാവ്. തോണിക്ക് എന്താ പറയുക? നാവ്. ഇതെന്താണ്? പട്ടത്തിന് എന്താ പറയുക? പതങ്ക്. ഇത് അറിയാം. മയിലിന് എന്താ പറയുക? മോർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും അതിനനുസരിച്ചിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ നിങ്ങളൊന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. കാരണം ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കേ വേണ്ടൂ. അപ്പോൾ ഇത്തരം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടത് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഹിരണ്, ഷേർ, ജാൻവരമൊക്കെ മൃഗങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കും, ഇവിടെ മൂന്നാമത്തേതിലാണ് നമ്മൾ ബഗുല എന്ന് എഴുതേണ്ടത്. ബഗുൽ. അപ്പോൾ നമ്മൾ മൂന്നാമത്തേൽ ബഗുൽ എന്ന് എഴുതി. ഓക്കെ,
ഇനി അടുത്തത് നാലാമത്തെ ഇങ്ങോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നാലാമത്തേത് എവിടെ? 4 ഹിരൺ. ഇവിടെ എഴുതിയിട്ടുണ്ട് 4 ഹിരൺ. ഓക്കെ. പിന്നെ 5 നാവ് ഇതാ ഇവിടെ നമ്മൾ എഴുതി. ഇനി ഇവിടെ താഴോട്ടുള്ള ഒന്നാമത്തെ താഴോട്ട് പതങ്ക്, അതും നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി മയിലിന് മോർ എന്നാണ് പറയുക. മോർ ഇതാ താഴോട്ട് ഇങ്ങനെ എഴുതി. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വലത്തോട്ടും താഴോട്ടുള്ളതൊക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 മാർക്കാണ്. ഇതൊന്നും മിസ്സാക്കരുത്. കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഇനി നോക്കൂ, അടുത്തത് സ്റ്റോറിയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരാൾ മരം മുറിക്കുന്നു, അതൊരു കുട്ടി നോക്കുന്നു, പിന്നെ കുട്ടി പോലീസിനെയും കൊണ്ടുവരുന്നു, പിന്നെ ആ പോലീസ് ഈ മരം മുറിക്കാരെയും കൊണ്ടുപോകുന്നു, കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഹിന്ദിയിലുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ തല തിരിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഹിന്ദി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം അല്ലേ? അപ്പോൾ നമുക്ക് ഹിന്ദി വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഞാൻ ഒന്ന് വായിക്കാം. ലഡ്ക പേട് കാട്ടനെ വാലെ കെ ബാരെ മേ പുലീസ് സെ കഹത്തെ ഹെ. അപ്പോൾ ആൺകുട്ടി, പേട് എന്ന് പറഞ്ഞാൽ അറിയാലോ, മരം കാട്ടിനെ വാല, മരം മുറിക്കുന്നവരെ കുറിച്ച് പോലീസിനോട് പറയുന്നു. അതേതാണ്? അത് മൂന്നാമത്തേതാണല്ലേ. പോലീസിനോട് പറയുന്ന വിവരം മൂന്നാമത്തേതാണ്. അപ്പോൾ നമുക്കിത് മൂന്നാമതായിട്ട് എഴുതേണ്ടതാണ്. ആദ്യത്തേത് നോക്കൂ, കുച്ച് ലോഗ് ജംഗൽ മേ പേട് കാട്ടെ ഹേ. കുറച്ച് ആളുകൾ, ജംഗൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്ടിൽ മരം മുറിക്കുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം? കുച്ച് ലോഗ് ജംഗൽ മേ പേട് കാട്ടെ ഹേ, അതാണ് ഇത്. ഇനി മൂന്നാമത്തെ വായിച്ചു നോക്കാം. പോലീസ് ലഡ്കേക്ക് അഭിനന്ദൻ കർത്തേ ഹേ. പോലീസ് കുട്ടിയെ അഭിനന്ദിക്കുന്നു. അത് നമ്മൾ ലാസ്റ്റാണ് കണ്ടത് അല്ലേ. അത് നമുക്ക് 5ാമതായിട്ട് എഴുതേണ്ടതാണ്. ഇനി അടുത്ത പേട് കാട്ടനോ വാലോങ്കോ പോലീസ് പകർത്തി ഹേ. ഈ മരം മുറിക്കുന്ന ആളെ പോലീസ് പിടിക്കുന്നു. അതേതാണ്? അത് ഇതാണ്, 4ാമതായി വരുന്നതാണ്. ലഡ്ക പേട് കാട്ടനെ വാലോങ്കോ ദേഖ്താ ഹേ. കുട്ടി മരം മുറിക്കുന്നവരെ കാണുന്നു. അത് 2ാമത്താണ്. അപ്പോൾ 1, 2, പിന്നെ 3, 4, 5. ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഹിന്ദി നമുക്ക് വായിച്ച അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കറക്റ്റ് പൂരിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ പാഠപുസ്തകം നല്ലോണം വായിക്കുക. ചെറിയ ചെറിയ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പേട്, ജംഗൽ എന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കുക. വായിക്കാൻ നല്ലവണ്ണം പഠിക്കണം. അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ ഇങ്ങനത്തെ സ്റ്റോറി റൈറ്റിംഗ് നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റുമോ, റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഗണ്ട് പടേ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ഈ ഒരു പാസേജ് വായിക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക. ജൽ പ്രകൃതി കാ വരദാൻ ഹേ. ജലം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. ജൽ കെ ബിന ഹം ജീ നഹി സക്തി. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല. ജൽ കെ ബിന ഹം ജീ നഹി സക്തേ. ജൽ സ്രോതോं का സംരക്ഷണം करना हमारा कर्तव्य है. അപ്പോൾ ജലസ്രോതസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഹം സംരക്ഷണം करना हमारा कर्तव्य है. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ്. യഹ് സച്ച് ഹേ കി ജൽ നഹി തോ കൽ നഹി. എന്താണ്? ജലമില്ലെങ്കിൽ നാളെയില്ല. നമുക്ക് ജലമില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ ഒരു പാസേജിൻ്റെ മുഖ്യ ആശയം. ഇനി നമുക്ക് 2 ചോദ്യമാണുള്ളത്. ഗണ്ട് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അപ്പം ഗണ്ട് അനുസരിച്ച് നമ്മുടെ ശരിയായ പ്രസ്താവന ഇതിൽ ഏതോ ഒന്നാണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഹമ്മേ ജൽ സ്രോതോं का ദൂഷിത് കർണ ഹേ. എന്താ അതിൽ പറഞ്ഞത്? ദൂഷിത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ മലിനപ്പെടുത്തുക, ചീത്തയാക്കുക, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഹമേ ജൽ സ്രോതോं का സംരക്ഷണം കർണ ഹേ. നമുക്ക് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണം, അങ്ങനെയാണല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 2ാമത്താണ്. ഇനി 3ാമത്തെ ഒന്ന് വായിച്ചോക്കാം. ഹമേ ജൽ സ്രോതോं का ദുരുപയോഗ കർണ ഹേ. നമ്മൾ ദുരുപയോഗം ചെയ്യാനാണോ പറഞ്ഞത്? അല്ല. ഹമേ ജൽ സ്രോതോं का മലിൻ കർണ ഹേ. മലിനപ്പെടുത്തണം. അതൊന്നുമല്ല, നമ്മുടെ 2ാമത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, അതിവിടെ തന്നെ ഉണ്ട്.
ഇനി അടുത്ത ജൽ സംരക്ഷണക്ക് സന്ദേശ് ദേത്തി ഹേ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ ജലസംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാനി അല്ലെങ്കിൽ ജലം ഇതിനെ കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ആനെ വാലെ ദിനോക്കെ ലിയെ ബൂന്ത് ബൂന്ത് നെഹി ഭർത്തേങ്കി സോ ബൂന്ത് ബൂന്തുക്കോ തരസേങ്കി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ലോഗൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ജൽ പ്രകൃതിക്ക വരദാൻ ഹേ ഇതിലുള്ള എന്തെങ്കിലും നിങ്ങൾ ഈ സ്ലോഗൻ മെസ്സേജ് എഴുതാം. പിന്നെ നല്ലൊരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് അത് ഭംഗിയായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യുക. ഇനി അടുത്ത എന്താണ്, കവിതാംശ പഠയ ഒരു അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരലിയം. ഇപ്പം കവിതയാണ്. എന്താണ്, സൂക്കെ ഖേതോമേ വർഷഹായി. സൂക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണങ്ങിയ വയലിലൊക്കെ എന്തായി, വർഷ വന്നു, മഴ വന്നു. മിട്ടിമേ നവ ജീവനിലായി. മണ്ണിന് നല്ലൊരു പുതിയ ജീവൻ വന്നു. മിട്ടിമേ കോൻ നവജീവനിലായേ. മിട്ടിക്ക് പുതിയ ജീവൻ കൊടുത്ത ആരാണ്? ഖേത് വർഷ ഹവ കിസാൻ. ആരാണ്? വർഷാണല്ലേ. മഴ വന്നപ്പോഴാണ് മണ്ണിന് പുതിയ ജീവൻ വന്നത്. അപ്പോൾ വർഷ രണ്ടാമത്തെ വർഷം. ഇനി കവിതാംശത്തെ തൂക്കാന്ത് ശബ്ദ ചുൻകല്ലിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, തൂക്കാന്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ് അല്ലേ. അതായത് പാഠത്തിൻ്റെ സെൻറ്റൻസിൻ്റെ അവസാനം വരുന്ന വേർഡ്സ് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുകയാണ്. ഇവിടെ നോക്കൂ, ആയി എന്ന് പറയുമ്പോൾ ഐ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്നു. ലായി ഇതും ഐ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, തൂക്കാന്ത് ശബ്ദം. ഹിന്ദിയിൽ എന്താ പറയുക, തൂക്കാന്ത് ശബ്ദം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നതിന് സമാനമായത്. അപ്പോൾ ആയി ലായി ആണ് ഇവിടെ തൂക്കാന്ത് ശബ്ദം. അപ്പോൾ അത് എന്തായാലും ഒരു പോയിന്റ് തന്നിട്ടൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പങ്ക്തിയൊക്കെ ആകെ പെടായ, പിന്നെ ഒരു 2 വരി കൂട്ടിച്ചേർക്കാനുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ. കവിതാംശിക്ക് ലിയെ ഉചിത് ശീർഷക് ലിഖേ. ഇനി ഇതിനൊരു ടൈറ്റിലും കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ബാരിഷ്ന്നോ അല്ലെങ്കിൽ സൂഖേ കേതോർ ബാരിഷ്ന്നോ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു ടൈറ്റിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്നോട് പോയി